വിഴിഞ്ഞം പുരാതന കാലം മുതൽക്കേ ലോക ഭൂപടത്തിൽ ഇടം നേടിയ ഒരു തുറമുഖമായിരുന്നു. 8-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെ ആയി രാജവംശത്തിന്റെ തലസ്ഥാനവും സൈനിക കേന്ദ്രവുമായിരുന്ന ഈ തന്ത്രപ്രധാന തീരം പിന്നീട് പാണ്ഡ്യരുടെയും വേണാടിന്റെയും തിരുവിതാംകൂറിന്റെയും അഭിമാനമായി നിലകൊണ്ടു. പായ്ക്കപ്പലുകളും പത്തേമാരികളും നങ്കൂരമിട്ട ഈ തീരത്ത് കൂറ്റൻ മദർഷിപ്പുകൾ ചരക്കുമായി എത്തുന്നത് കാണാൻ കേരളം ഇത്രയധികം വൈകിയത് എന്തുകൊണ്ടാണ്? ഉത്തരം ലളിതമാണ്. പതിറ്റാണ്ടുകളായി കേരളം ഭരിച്ച ഇടത് വലതു മുന്നണികളുടെ വികസന വിരുദ്ധവും അവസരവാദപരവുമായ രാഷ്ട്രീയം തന്നെയാണ്. ഭരണത്തിലിരിക്കുമ്പോൾ ഒരു നിലപാട്, പ്രതിപക്ഷത്താകുമ്പോൾ മറ്റൊന്ന്. കോൺഗ്രസ് കേന്ദ്രത്തിലും കേരളത്തിലും ഒരുമിച്ച് ഭരിച്ചപ്പോൾ പോലും പദ്ധതി മുന്നോട്ടു പോയില്ലെന്ന് മാത്രമല്ല, അനുമതി നിഷേധിക്കുക വരെ ചെയ്തു. CPM ഇതിനെ കടൽ കൊള്ള എന്ന് വിളിച്ചാക്ഷേപിച്ചു, വലിയ അഴിമതി ആരോപിച്ചു. എന്നാൽ അധികാരത്തിലെത്തിയപ്പോൾ അവർക്ക് നിലപാട് മാറ്റേണ്ടി വന്നു. കോൺഗ്രസ് ആകട്ടെ പദ്ധതിക്കെതിരെ വിമോചന സമര ഭീഷണിയും മുഴക്കി. ചുരുക്കി പറഞ്ഞാൽ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ, വർദ്ധിച്ച നികുതി വരുമാനം, ലോകോത്തര വാണിജ്യ കേന്ദ്രം എന്നിവ കേവലം രാഷ്ട്രീയ ലാഭത്തിനായി ഇടത് കോൺഗ്രസ് മുന്നണികൾ കേരളത്തിൽ നിന്നും അകറ്റി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒപ്പിട്ട കരാർ ഇന്ന് ഭീമമായ നഷ്ടപരിഹാരം നൽകേണ്ടി വരും എന്ന ഭയം ഒന്നുകൊണ്ടും മാത്രം ഇടത് സർക്കാർ മുന്നോട്ടു പോകുകയാണ്. ഇത് നാടിനോടുള്ള പ്രതിബദ്ധതയല്ല, മറിച്ച് സ്വന്തം പിടിപ്പുകേടിന്റെയും മുൻപത്തെ വികസന വിരുദ്ധ നിലപാടിന്റെയും ഭവിഷ്യത്ത് ഭയന്നുള്ള ഗതികേട് മാത്രമാണ്. പതിറ്റാണ്ടുകളോളം കേരളത്തിന്റെ പുരോഗതിക്ക് തുരങ്കം വെച്ച വികസന പദ്ധതികളെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചവർ എന്ന ഇടതു വലതു മുന്നണികളുടെ ദുഷ്പേര് എത്ര ക്യാപ്സൂളുകൾ പടച്ചുവിട്ടാലും മാഞ്ഞു പോകുന്ന ഒന്നല്ല. മോദി സർക്കാർ വന്നു, തടസ്സങ്ങൾ മാറി. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ വിഴിഞ്ഞത്തിന് പുതുജീവൻ വെച്ചു. പദ്ധതിക്കാവശ്യമായ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് 817.80 കോടി രൂപ കൃത്യസമയത്ത് അനുവദിച്ച് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കിയത് കേന്ദ്ര സർക്കാരാണ്. ഇത് ലഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ തുറമുഖമാണ് വിഴിഞ്ഞം. പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാരിനും നിർമ്മാണ കമ്പനിക്കും ഇത് വലിയ ആത്മവിശ്വാസം നൽകി. അതോടൊപ്പം പതിറ്റാണ്ടുകളായി നീണ്ടുപോയ വിവിധ അനുമതികൾ, പ്രത്യേകിച്ച് സുരക്ഷാ പാരിസ്ഥിതിക അനുമതികൾ വേഗത്തിലാക്കാൻ കേന്ദ്രം മുൻകൈയെടുത്തു. സാഗർമാല പോലുള്ള കേന്ദ്ര പദ്ധതികളുമായി വിഴിഞ്ഞത്തെ കോർത്തിണക്കി അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഏറ്റവും അടുത്തുള്ള ഇന്ത്യയിലെ ഏക തുറമുഖം എന്ന നിലയിൽ വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ പൂർണ്ണമായി ഉപയോഗിക്കാൻ കേന്ദ്രം ലക്ഷ്യമിട്ടു. ഇതിന്റെ പ്രാധാന്യം രാജ്യത്തിന്റെ ആകെ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് മോദി സർക്കാർ ഉറപ്പിച്ചു. മുൻകാലങ്ങളിലെ അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ട് ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെ കേന്ദ്രം നൽകിയ പിന്തുണയാണ് ഈ സ്വപ്ന പദ്ധതിയെ ഇന്ന് യാഥാർത്ഥ്യത്തിന്റെ തീരത്തെത്തിച്ചത്. അവിടെയും അവസാനിക്കുന്നില്ല. 1482.92 കോടി പദ്ധതി ചെലവിൽ വിഴിഞ്ഞം ബാലരാമപുരം ഭൂഗർഭ റെയിൽവേ പാതയ്ക്കും മോദി സർക്കാർ അനുമതി നൽകിക്കഴിഞ്ഞു. മെയ് 2 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കുമ്പോൾ അത് കേവലം ഒരു തുറമുഖത്തിന്റെ തുടക്കമല്ല, മറിച്ച് കേരളത്തിന്റെ വികസനത്തിലേക്കുള്ള കവാടമാണ് തുറക്കപ്പെടുന്നത്. ഈ നേട്ടം കേരളത്തിന്റെ മാത്രമല്ല, രാജ്യത്തിന്റെ ആകെ സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾക്കും സമുദ്ര വ്യാപാര രംഗത്തെ മുന്നേറ്റത്തിനും വലിയ മുതൽക്കൂട്ടാകും. വികസിത ഭാരതത്തിനോടൊപ്പം വികസിത കേരളവും യാഥാർത്ഥ്യമാക്കുകയാണ് മോദി സർക്കാർ.